യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ പാടെ തള്ളുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാനെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് വലിയൊരു തെറ്റാണെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇറാനിൽ ആരും മറ്റുള്ളവരുടെ അനുമതിക്കായി കാത്തിരിക്കുന്നില്ല എന്നും ചൊവ്വാഴ്ച നടത്തിയ പ്രസംഗത്തിൽ ഖമേനി പറഞ്ഞിരുന്നു. ആണവ കരാർ ചർച്ചകൾ ഫലം കാണുമോ എന്ന ചോദ്യത്തിന് തനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഖമേനി. ഏപ്രിൽ പകുതി മുതൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും ഒമാൻ മധ്യസ്ഥതയിൽ 4 റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 4ാം വട്ട ചർച്ച പൂർത്തിയായത്. എന്നാൽ ഇരുവരും തമ്മിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതോടെ അടുത്ത റൗണ്ട് ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. എന്നിരുന്നാലും ഈ ആഴ്ച അവസാനത്തോടെ റോമിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്ന് US നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെടുമെന്ന് ഇറാൻ നേരത്തെ അറിയിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറാതെ ഇറാനുമായി ആണവ കരാറിൽ ഏർപ്പെടില്ല എന്ന് US നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു ഇറാൻ മന്ത്രിയുടെ അന്നത്തെ പ്രതികരണം. ഇറാൻ ആണവായുധം നിർമ്മിക്കരുതെന്നാണ് USന്റെ താല്പര്യമെങ്കിൽ ഗൗരവമായ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ തയ്യാറാണെന്നും ഇറാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനം ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. USുമായി റോമിൽ വെച്ച് നടക്കേണ്ട 5ാം ഘട്ട ആണവ ചർച്ചകളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2015-ൽ ഇറാൻ, അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഒപ്പുവെച്ച ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ കരാറിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് ഇറാനുമായി പുതിയ ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായി പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന പതിവ് രീതിയാണ് ട്രംപ് പിന്തുടരുന്നത്. നീക്കങ്ങൾ വേഗത്തിലാക്കണം, അല്ലെങ്കിൽ മോശമായ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. USന്റെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിശോധിക്കുകയാണ് എന്നുമാണ് ഇറാൻ ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചത്. അതിനിടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 ഇറാനിയൻ പൗരന്മാർക്കും ടെഹ്റാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധമുള്ള സ്ഥാപനത്തിനും US ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധങ്ങളില്ലെങ്കിലും യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിക്കുന്ന ഏക രാജ്യമാണ് ഇറാൻ എന്നാണ് അമേരിക്ക പറയുന്നത്. ആണവായുധം നിർമ്മിക്കുന്നതിന് 90% സമ്പുഷ്ടീകരണം ആവശ്യമാണ്. 2015-ൽ USുമായി ഉണ്ടാക്കിയ ആണവ കരാർ പ്രകാരം 3.67% ഇറാന്റെ സമ്പുഷ്ടീകരണ പരിധി. 2018-ൽ ഈ കരാറിൽ നിന്ന് US പിന്മാറുകയും ചെയ്തു. അതോടെയാണ് ഈ മേഖലയിൽ ഇറാൻ അവരുടെ ചുവടുവെപ്പ് ഊർജിതമാക്കിയത്. ആണവായുധം സ്വായത്തമാക്കാനുള്ള സമ്പുഷ്ടീകരണത്തിലേക്ക് ഇറാൻ അടുത്തെത്തിയെന്ന് ഈയിടെ UNന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞിരുന്നു. എന്നാൽ ആണവായുധം സ്വന്തമാക്കില്ലെന്നും ഊർജ്ജാവശ്യത്തിനാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു കരാർ കൈവശമുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ഞായറാഴ്ച പറയുകയും ചെയ്തിരുന്നു. കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 1% പോലും സമ്പുഷ്ടീകരണ ശേഷി അനുവദിക്കാനാവില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ വരും ചർച്ചകളുടെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.